പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മൾ ക്ലാസ് 11 അക്കൗണ്ടൻസിയിലെ 4ാമത്തെ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 2 ഈ പാഠത്തിൻ്റെ 2ാം ഭാഗത്തേക്കാണ് കിടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. നൽകിയിരുന്ന ഹോംവർക്ക് എല്ലാവരും ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ചെയ്ത ഹോംവർക്ക് നിങ്ങൾക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കാനുള്ള ചോദ്യമായിരുന്നു. അതിൻ്റെ ഉത്തരത്തിലേക്ക് കിടക്കാം. ഓപ്പണിംഗ് ബാലൻസ് തന്നിരുന്നത് 2020 ഡിസംബർ 1-ാം തീയതി ഓപ്പണിംഗ് ബാലൻസ് 20,000 ആയിരുന്നു. അത് ബാലൻസ് ബ്രോഡൗൺ ആയിട്ട് ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ഡിസംബർ 5-ാം തീയതി ക്യാഷ് ബാനുവിൽ നിന്ന് ലഭിച്ചതാണ്. സോ ബാനൂസ് അക്കൗണ്ട് 4,000. ദെൻ ഡിസംബർ 7-ാം തീയതി റെൻറ്റ് പെയ്ഡാണ് 2,000 പേയ്മെൻറ്റ് സൈഡിൽ എഴുതി. ദെൻ ഡിസംബർ 10-ാം തീയതി ക്യാഷ് പർച്ചേസസ് ആയിരുന്നു, പേയ്മെൻ്റ് ആണ്, പേയ്മെൻറ്റ് സൈഡിൽ 6,000. ദെൻ ഡിസംബർ 15-ാം തീയതി സെയിൽസ് റെസിപ്റ്റാണ്, റെസിപ്റ്റ് സൈഡിൽ 9,000. ദെൻ ഡിസംബർ 18-ാം തീയതി സ്റ്റേഷനറി വാങ്ങിയതാണ്, പേയ്മെൻ്റ് ആണ്, പേയ്മെൻറ്റ് സൈഡിൽ സ്റ്റേഷനറി 300. അതുപോലെ ഡിസംബർ 22-ാം തീയതി രാഹുലിന് പേയ്മെൻറ്റ് നൽകിയതാണ്, പേയ്മെൻറ്റ് സൈഡിൽ രാഹുൽസ് അക്കൗണ്ട് 2,000. ദെൻ അതുപോലെ ഡിസംബർ 28-ാം തീയതി സാലറി കൊടുത്തതാണ്, പേയ്മെൻ്റ് ആണ്, പേയ്മെൻറ്റ് സൈഡിൽ 1,000. ദെൻ അതുപോലെ ഡിസംബർ 30-ാം തീയതി റെൻറ്റ് നൽകി 500, പേയ്മെൻ്റ് ആണ്, പേയ്മെൻറ്റ് സൈഡിൽ റെൻറ്റ് 500. ദെൻ ടോട്ടൽ ചെയ്യുന്നു 25,000, ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ 25,000, അതേ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ദെൻ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ എടുത്തിട്ട് ഡിഫറൻസ് എടുക്കുന്നു. 25,000 മൈനസ് ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് 11,800. ദെൻ ദ ക്ലോസിംഗ് ബാലൻസ് വിൽ ബി 13,200. ഡിസംബർ 30 ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ബാലൻസ് ക്യാരി ഡൗൺ 13,200. ദെൻ നെക്സ്റ്റ് ഇയർ ജനുവരി 1-ാം തീയതി ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്നു. ബാലൻസ് ബ്രോ ഡൗൺ ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റ് സൈഡിൽ 13,200. എല്ലാവരും ചെയ്ത ഹോംവർക്ക് ശരിയാണ് എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ തുടർന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു 2 കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ്, അഥവാ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ്. എന്താണ് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക്? 2 സൈഡിലും 2 എമൗണ്ട് കോളം വീതമുള്ള ക്യാഷ് ബുക്കാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. നമുക്കറിയാം, സാധാരണ ക്യാഷ് ട്രാൻസാക്ഷനോടൊപ്പം തന്നെ ബാങ്ക് ട്രാൻസാക്ഷൻസ് നടക്കാറുണ്ട്. അങ്ങനെ ക്യാഷ് ബുക്കിൽ ബാങ്കിങ് ട്രാൻസാക്ഷനുകൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവിടെ 2 എമൗണ്ട് കോളം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കാവുന്നതാണ്. So, a cash book with 2 amount columns on both sides is called a double column cash book. Here the first amount column is for cash and second one is for bank. So, here cash and bank dealings are included in the cash book itself. അപ്പോൾ ഒരേ സമയത്ത് ക്യാഷ് ഇടപാടുകളും ക്യാഷ് റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും അതോടൊപ്പം തന്നെ ബാങ്ക് ഡീലിങ്സ് ആയിട്ടുള്ള ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നതും ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുന്നതും അല്ലെങ്കിൽ ചെക്കിലൂടെ പേയ്മെൻറ്റ് നൽകുന്നതും അത്തരത്തിലുള്ള എല്ലാ ബാങ്കിങ് ഇടപാടുകളും ക്യാഷ് ബുക്കിൽ തന്നെ രേഖപ്പെടുത്തുന്ന രീതിയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിലുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഹിയർ ദർ ഈസ് നോ നീഡ് ഫോർ ക്യാഷ് അക്കൗണ്ട് ആൻഡ് ഓൾസോ ദ ബാങ്ക് അക്കൗണ്ട് ഇൻ ദ ലെഡ്ജർ. അപ്പോൾ ഒരേ സമയത്ത് ക്യാഷ് അക്കൗണ്ടിൻ്റെയും ബാങ്ക് അക്കൗണ്ടിൻ്റെയും പർപ്പസ് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് സെർവ് ചെയ്യുന്നുണ്ട്. ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് നമുക്ക് പരിചയപ്പെടാം. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ നിന്നുള്ള ഏക വ്യത്യാസം ഇവിടെ 2 എമൗണ്ട് കോളം 2 സൈഡിലും ഉണ്ട് എന്നുള്ളതാണ്. സോ ദ കോളംസ് ആർ ഡേറ്റ്, റെസിപ്റ്റ്സ്, LF, ക്യാഷ് റുപ്പീസ് ആൻഡ് ബാങ്ക് റുപ്പീസ്.
and on the payment side, date, payments, LF, cash rupees and bank rupees. അപ്പോൾ രണ്ട് എമൗണ്ട് കോളം വീതമുള്ള ഒരേ സമയത്ത് ക്യാഷ് ഇടപാടുകളും ബാങ്ക് ഇടപാടുകളും രേഖപ്പെടുത്തുന്ന സ്പെഷ്യൽ ജേണലാണ് അല്ലെങ്കിൽ ക്യാഷ് ബുക്കാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. Then about contra entry. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ചില ഇടപാടുകൾ ഒരേ സമയത്ത് റെസീപ്റ്റ് സൈഡിലും പേയ്മെൻറ്റ് സൈഡിലും ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത്തരം ഇടപാടുകളെയാണ് കോൺട്രാ എൻട്രീസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. മലയാളത്തിൽ ഇവയെ ഇരുവശക്കുറിപ്പുകൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ക്യാഷ് ബുക്കിൻ്റെ റെസീപ്റ്റ് സൈഡിലും പേയ്മെൻറ്റ് സൈഡിലും രേഖപ്പെടുത്തുന്ന ഇടപാടുകളാണ് ഇത്തരം കോൺട്രാ എൻട്രീസ്. Transactions which appears on both sides of the cash book are known as contra entries. Here such entries are recorded as C in the LF column of the cash book. So here the alphabet C is written in LF column on both sides of the cash book. അപ്പോൾ ഇത്തരം കോൺട്രാ എൻട്രീസ് സി എന്ന് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്യുന്നു. കാരണം ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ക്യാഷ് ബുക്കിൽ തന്നെ വന്നതിനാൽ അവ പിന്നീട് ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് LF കോളത്തിൽ ഇത്തരം കോൺട്രാ എൻട്രീസ് സി എന്നുള്ള ആൽഫബറ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. കോൺട്രാ എൻട്രീസിന് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. One example of contra entry is cash deposited into bank. ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അവിടെ നമുക്കറിയാം ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ക്യാഷും ബാങ്കുമാണ് വരുന്നത്. ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡെബിറ്റ് നൽകേണ്ടത് ബാങ്ക് അക്കൗണ്ടിനും ക്രെഡിറ്റ് നൽകേണ്ടത് ക്യാഷ് അക്കൗണ്ടിനുമാണ്. അപ്പോൾ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും അവിടെ ക്യാഷ് ബുക്കിൽ തന്നെ ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുമ്പോൾ ക്യാഷ് ബുക്കിൽ തന്നെ രേഖപ്പെടുത്തപ്പെടുന്നു. അതായത് റെസീപ്റ്റ് സൈഡിൽ ബാങ്ക് കോളത്തിലും പേയ്മെൻറ്റ് സൈഡിലെ ക്യാഷ് കോളത്തിലും അവ രേഖപ്പെടുത്തേണ്ടതുണ്ട്. സോ സിമിലർലി ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ നിന്നും പണം എടുക്കുന്നത്, ബിസിനസ് ആവശ്യങ്ങൾക്ക് ബാങ്കിൽ നിന്നും പണം പിൻവലിക്കുന്നതും ഒരു കോൺട്രാ എൻട്രിയാണ്. കാരണം അവിടെ ഡെബിറ്റ് നൽകേണ്ടത് ക്യാഷ് അക്കൗണ്ടിനും ക്രെഡിറ്റ് നൽകേണ്ടത് ബാങ്ക് അക്കൗണ്ടിനുമാണ്. അതുകൊണ്ട് ഇവിടെയും ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ക്യാഷ് ബുക്കിൽ തന്നെ രേഖപ്പെടുത്തപ്പെടുന്നു. ഇതിനു പുറമെ മുൻകൂട്ടി ലഭിച്ചൊരു ചെക്ക് പിന്നീട് ബാങ്കിൽ നൽകുമ്പോഴും അവ കോൺട്രാ എൻട്രി ആയിട്ട് പരിഗണിക്കുന്നതാണ്. മുൻകൂട്ടി ലഭിച്ച ചെക്ക് അന്ന് തന്നെ ബാങ്കിൽ നൽകുന്നില്ലെങ്കിൽ മറ്റൊരു ഡേറ്റിലാണ് ബാങ്കിൽ നൽകുന്നതെങ്കിൽ അവിടെ നമുക്കറിയാം ചെക്ക് ലഭിക്കുമ്പോൾ അവിടെ ക്യാഷ് ലഭിച്ചതിന് തുല്യമായി കണക്കാക്കുകയും അത് ബാങ്കിൽ നൽകുന്ന ഡേറ്റിൽ അവിടെ ക്യാഷ് ക്യാൻസൽ ചെയ്തുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുന്നത്. അതിനാൽ അവിടെ മുന്നേ ലഭിച്ച ചെക്ക് എ ചെക്ക് റിസീവ്ഡ് ഏർലിയർ വെൻ ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ ടു ബാങ്ക്, ഹിയർ വി ഷുഡ് ഡെബിറ്റ് ദ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ദ ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ മുൻകൂട്ടി ലഭിച്ച ചെക്ക് പിന്നീട് ബാങ്കിൽ നൽകുമ്പോഴും അവിടെ കോൺട്രാ എൻട്രി ആയിട്ട് അവ ക്യാഷ് ബുക്കിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കോൺട്രാ എൻട്രീസ് ആയിട്ട് 4 ട്രാൻസാക്ഷൻസ് ആണ് കണ്ടത്. ഒന്നാമതായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നത്, അതോടൊപ്പം തന്നെ ഓഫീസ് ആവശ്യങ്ങൾക്ക് ബാങ്കിൽ നിന്നും പണം വിഡ്രോ ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ മുന്നേ ലഭിച്ച ചെക്ക് പിന്നീട് ബാങ്കിൽ നൽകുന്ന സാഹചര്യം. ഈ കോൺട്രാ എൻട്രീസ് ഒരു ക്യാഷ് ബുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കാം. ഇൻ ദ ഫസ്റ്റ് കേസ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ബാങ്കിൽ പണം നിക്ഷേപിച്ചത് കോൺട്രാ എൻട്രി ആയിട്ട് വരുന്നത് ശ്രദ്ധിക്കുക. അവിടെ റെസീപ്റ്റ് സൈഡിൽ ക്യാഷ് എന്ന് രേഖപ്പെടുത്തി LF കോളത്തിൽ സി മാർക്ക് ചെയ്യുകയും അവിടെ ബാങ്ക് കോളത്തിൽ, കാരണം ബാങ്കിൽ ഡെപ്പോസിറ്റ് വർദ്ധിച്ചതിനാൽ ആ എമൗണ്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതേസമയത്ത് പേയ്മെൻറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട്
ആ തുക ക്യാഷ് കോളത്തിൽ, ക്യാഷ് അത്രയും ബിസിനസ്സിൽ കുറയുന്നത് കൊണ്ട് ക്യാഷ് കോളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആൻഡ് സിമിലർലി ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് ഈസ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. അവിടെ റെസീപ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് രേഖപ്പെടുത്തുകയും അവിടെ കോൺട്രാ എൻട്രി CLF കോളത്തിൽ മാർക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവിടെ ക്യാഷ് കോളത്തിലാണ് എമൗണ്ട് രേഖപ്പെടുത്തുന്നത്. അതേസമയത്ത് പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷ് എന്ന് രേഖപ്പെടുത്തുകയും കോൺട്രാ എൻട്രി ആയിട്ട് C മാർക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബാങ്കിൽ നിന്നും പണം വിഡ്രോ ചെയ്തതുകൊണ്ട് അത്രയും തുക ബാങ്ക് കോളത്തിൽ കുറഞ്ഞതായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ക്യാഷ് ബുക്കിൻ്റെ ഇരുവശങ്ങളിലും രേഖപ്പെടുത്തുന്ന ഇടപാടുകളെയാണ് കോൺട്രാ എൻട്രീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവയെ ഇരുവശ കുറിപ്പുകൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. കോളംസ് ഡേറ്റ്, റെസിപ്റ്റ്സ്, LF, ക്യാഷ്, ബാങ്ക് എന്നിവ റെസിപ്റ്റ് സൈഡിലും അതുപോലെ തന്നെ ഡേറ്റ്, പേയ്മെൻറ്റ്സ്, ലെഡ്ജർ ഫോളിയോ, ക്യാഷ്, ബാങ്ക് എന്നീ കോളങ്ങൾ പേയ്മെൻറ്റ് സൈഡിലും കാണിച്ചിരിക്കുന്നു. അവിടെ ക്യാഷ് ബുക്കിന് ക്യാഷ് കോളത്തിൽ എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ ബാങ്ക് കോളത്തിന് ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ ആവാം. ബാങ്ക് കോളത്തിന് ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പറഞ്ഞാൽ അത് ബാങ്ക് ഡെപ്പോസിറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. നേരെ തിരിച്ച് ബാങ്ക് കോളത്തിൽ ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളതെന്ന് പറഞ്ഞാൽ അത് ബാങ്ക് ഓവർഡ്രാഫ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ്. കറണ്ട് അക്കൗണ്ടിലുള്ള നമുക്കുള്ള തുകയേക്കാളും നമുക്ക് ഡെപ്പോസിറ്റുള്ള തുകയേക്കാളും അധിക തുക പിൻവലിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അത്തരം ഓവർഡ്രാഫ്റ്റാണ് ബാങ്കിലുള്ളെങ്കിൽ അത് ലോണിനെ സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് അക്കൗണ്ടിലുള്ളതിനേക്കാളും കൂടുതൽ തുക നമ്മൾ പിൻവലിച്ചിരിക്കുന്നു, അതായത് ലോണിന് സമാനമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അത് ബാങ്ക് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ക്യാഷ് കോളത്തിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക, എന്നാൽ ബാങ്ക് കോളത്തിന് ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ ആവാം. അപ്പോൾ നൽകിയിരിക്കുന്ന എക്സാമ്പിളിൽ അവിടെ ഓപ്പണിംഗ് ബാലൻസ് നൽകിയിരിക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ടു ബാങ്കുമാണ്. നേരെ തിരിച്ച് ബാങ്കിൽ ഓവർഡ്രാഫ്റ്റ് ആണെങ്കിൽ ബാങ്ക് കോളത്തിലെ ഓവർഡ്രാഫ്റ്റ് തുക ക്രെഡിറ്റ് ബാലൻസ് ആയിട്ടാണ് പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ ഉൾപ്പെടുത്തുക. നൽകിയിരിക്കുന്ന എക്സാമ്പിളിൽ അവിടെ ക്യാഷ് കോളത്തിനും ബാങ്ക് കോളത്തിനും ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്, അതായത് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ടു ബാങ്കുമാണ് അത് സൂചിപ്പിക്കുന്നത്. ദെൻ എല്ലാ ക്യാഷ് റെസിപ്റ്റ്സും അവിടെ റെസിപ്റ്റ് സൈഡിലെ ക്യാഷ് കോളത്തിൽ രേഖപ്പെടുത്തുകയും ബാങ്കിൽ ഡെപ്പോസിറ്റ് വർദ്ധിക്കുന്ന എല്ലാ ഇനങ്ങളും റെസിപ്റ്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ കാണിക്കുകയും ചെയ്യുന്നു. എന്നാൽ എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്സും പേയ്മെൻറ്റ് സൈഡിലെ ക്യാഷ് കോളത്തിലും ബാങ്കിൽ നിന്നും പണം പിൻവലിക്കുന്നത് വിഡ്രോവൽ ഓഫ് ക്യാഷ് ഫ്രം ബാങ്ക് അല്ലെങ്കിൽ ബാങ്കിലെ ഡെപ്പോസിറ്റ് തുക കുറയുന്നത് മുഴുവൻ ഇനങ്ങളും ബാങ്ക് കോളത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മാസാവസാനം ബാലൻസ് ചെയ്യുന്നു. കോൺട്രാ എൻട്രീസ് നമുക്കറിയാം ഇരുവശത്തും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ കോൺട്രാ എൻട്രീസ് ഇരുവശത്തും രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ദെൻ മാസാവസാനം അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ക്ലോസിംഗ് ബാലൻസ് നൽകിയിരിക്കുന്ന എക്സാമ്പിളിൽ ക്യാഷ് കോളത്തിനും ബാങ്ക് കോളത്തിനും അവിടെ ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്, അതുകൊണ്ട് ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുകയും അവ പിറ്റേ മാസം ആദ്യം ഏപ്രിൽ 1-ാം തീയതി ബ്രോട്ട് ഡൗൺ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യുന്ന അവസരങ്ങളിൽ എപ്പോഴും നമുക്കറിയാം ക്യാഷ് കോളത്തിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, എന്നാൽ ബാങ്ക് കോളത്തിന് ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ ആവാം. ബാങ്ക് കോളത്തിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ബാങ്കിലുള്ള ഡെപ്പോസിറ്റിനെ സൂചിപ്പിക്കുന്നു, ബാലൻസ് വിത്ത് ബാങ്കിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ ബാങ്ക് കോളത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ബാങ്ക് ഓവർഡ്രാഫ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ്. ഇത്തരത്തിലൊരു ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത് നമുക്കൊരു ഇല്ലുസ്ട്രേഷനിലൂടെ വിശദീകരിക്കാം. ഈ പാഠത്തിലെ രണ്ടാമത്തെ ഇല്ലുസ്ട്രേഷനാണ്. ചോദ്യത്തിലൂടെ നമുക്ക് കടന്നു പോകാം. പ്രിപ്പയർ എ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ബേസ്ഡ് ഓൺ ദ ഗിവൻ ട്രാൻസാക്ഷൻസ്. ഏതാനും ട്രാൻസാക്ഷൻസ് തന്നിരിക്കുന്നു,
അവയിൽ നിന്നും ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. 2020 സെപ്റ്റംബർ 1-ാം തീയതി ബാങ്ക് ബാലൻസ് 42,000 ആൻഡ് ഓൾസോ ക്യാഷ് ബാലൻസ് 15,000. ദെൻ സെപ്റ്റംബർ 4-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക് 12,000. സാധനങ്ങൾ ചെക്കിലൂടെ വാങ്ങിയതാണ്. സെപ്റ്റംബർ 8-ാം തീയതി സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ് സെയിൽസ് ആണ് 6,000. സെപ്റ്റംബർ 13 പർച്ചേസ്ഡ് മിഷനറി ബൈ ചെക്ക് ₹5,500. പേയ്മെൻറ്റ് ചെക്കിലൂടെയാണ് കൊടുത്തിരിക്കുന്നത് മിഷനറി വാങ്ങുന്നതിന്. ദെൻ സെപ്റ്റംബർ 16-ാം തീയതി സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് ചെക്ക് ആൻഡ് ദ ചെക്ക് വാസ് ഡെപ്പോസിറ്റഡ് ഓൺ ദ സെയിം ഡേ. ഇപ്പോൾ സാധനങ്ങൾ വിറ്റ് ചെക്ക് ലഭിച്ചതാണ്. അന്ന് തന്നെ ആ ചെക്ക് ബാങ്കിൽ നൽകിയിട്ടുണ്ട് 4,500. സെപ്റ്റംബർ 17-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മാത്യു ഇൻ ക്യാഷ് 17,400. അത് ക്യാഷ് പർച്ചേസ് തന്നെയാണ്. അപ്പോൾ ആ ക്യാഷ് പർച്ചേസ് 17,400 കണക്കിലെടുക്കേണ്ടതുണ്ട്. സെപ്റ്റംബർ 20-ാം തീയതി പർച്ചേസ്ഡ് സ്റ്റേഷനറി ബൈ ചെക്ക് 1,100 രൂപയുടെ സ്റ്റേഷനറി ചെക്കിലൂടെയാണ് വാങ്ങിയിരിക്കുന്നത്. സെപ്റ്റംബർ 24-ാം തീയതി ചെക്ക് ഗിവൺ ടു രോഹിത് എന്ന് പറയുന്ന ക്രെഡിറ്റർക്ക് ചെക്ക് നൽകിയിരിക്കുന്നു 1,500 രൂപയുടേത്. സെപ്റ്റംബർ 27-ാം തീയതി ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ₹10,000. ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് 10,000 രൂപ ബാങ്കിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 30-ാം തീയതി റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക് ₹2,500. റെൻറ്റ് നൽകിയതാണ്. 2,500 രൂപയുടെ വാടക അടച്ചു സെപ്റ്റംബർ 30-ാം തീയതി. വീണ്ടും സെപ്റ്റംബർ 30-ാം തീയതി തന്നെ സാലറി കൊടുത്തിട്ടുണ്ട് 3,500 രൂപയുടെ. റെൻറ്റ് ചെക്കിലൂടെയാണ് കൊടുത്തത്. സാലറി ബൈ ക്യാഷാണ് നൽകിയിരിക്കുന്നത്. സോ ദീസ് ട്രാൻസാക്ഷൻസ് ആർ ടു ബി റെക്കോർഡഡ് ഇൻ എ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അതിനുവേണ്ടി ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് നമുക്ക് വരയ്ക്കാം. കോളംസ് ഡേറ്റ്, റെസിപ്റ്റ്സ്, LF, ക്യാഷ്, ബാങ്ക്. റെസിപ്റ്റ് സൈഡിൽ ഇത്രയും കോളംസ്, പേയ്മെൻറ്റ് സൈഡിൽ അതുപോലെ തന്നെ ഡേറ്റ്, പേയ്മെൻറ്റ്സ്, LF, ക്യാഷ്, ബാങ്ക്. ഓരോ ട്രാൻസാക്ഷനിലൂടെ നമുക്ക് കടന്നു പോകാം. അവ എങ്ങനെ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുമെന്ന് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ഓപ്പണിംഗ് ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ബാങ്ക് ബാലൻസ് 42,000 ക്യാഷ് ബാലൻസ് 15,000. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് രണ്ടും നമുക്കറിയാം ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കുമാണ്. 42,000 ബാങ്ക് ബാലൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡായിട്ട് 15,000 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് രണ്ടും ഡെബിറ്റ് സൈഡിൽ തന്നെയാണ് വരുന്നത്. ഡെബിറ്റ് ബാലൻസ് ആണ് ക്യാഷ് കോളത്തിലും ബാങ്ക് കോളത്തിലും നൽകേണ്ടത്. സോ ഓപ്പണിംഗ് ഡേറ്റിൽ 2020 സെപ്റ്റംബർ 1-ാം തീയതി ബാലൻസ് ബ്രോ ഡൗൺ. ക്യാഷ് കോളത്തിൽ 15,000 എഴുതി, ബാങ്ക് കോളത്തിൽ 42,000. ബാങ്ക് ബാലൻസ് ബാങ്ക് കോളത്തിലും ക്യാഷ് ബാലൻസ് ക്യാഷ് കോളത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ വായിക്കുക. സെപ്റ്റംബർ 4-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്കിലൂടെ സാധനങ്ങൾ വാങ്ങിയതാണ്. പർച്ചേസ് ഗുഡ്സ് ആണ്. അവിടെ നമുക്കറിയാം ചെക്ക് നൽകിയത് കൊണ്ട് ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് കാണിക്കേണ്ടത്. പേയ്മെൻറ്റ് സൈഡിൽ 2020 സെപ്റ്റംബർ 4-ാം തീയതി പർച്ചേസസ് ബാങ്ക് കോളത്തിൽ, കാരണം ചെക്കിലൂടെയാണ് പേയ്മെൻറ്റ് നൽകിയിരിക്കുന്നത്, അതുകൊണ്ട് ബാങ്ക് കോളത്തിൽ 12,000 രേഖപ്പെടുത്തുക. സെപ്റ്റംബർ 8-ാം തീയതി സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ് സെയിൽസ് ആണ് 6,000 രൂപയുടെ. ഇപ്പോൾ റെസിപ്റ്റ് ഓഫ് ക്യാഷ് ആണ്. റെസിപ്റ്റ് സൈഡിൽ സെപ്റ്റംബർ 8-ാം തീയതി സെയിൽസ്, നമുക്കറിയാം അവിടെ ക്യാഷാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ക്യാഷ് കോളത്തിൽ 6,000. ദെൻ നെക്സ്റ്റ് വൺ ഈ സെപ്റ്റംബർ 13-ാം തീയതി പർച്ചേസ്ഡ് മിഷനറി ബൈ ചെക്ക് 5,500 രൂപയുടെ ചെക്ക് നൽകി മിഷനറി വാങ്ങിയതാണ്. പേയ്മെൻ്റ് ആണ്. ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് കാണിക്കേണ്ടത്, കാരണം പേയ്മെൻറ്റ് ചെക്കിലൂടെയാണ്. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ 13-ാം തീയതി മിഷനറി ബാങ്ക് കോളത്തിലാണ് നൽകേണ്ടത് എമൗണ്ട്, ചെക്കിലൂടെയാണ് പേയ്മെൻറ്റ്, അതുകൊണ്ട് 5,500 ബാങ്ക് കോളത്തിൽ. ദെൻ സെപ്റ്റംബർ 16-ാം തീയതി സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് ചെക്ക്, സാധനങ്ങൾ വിറ്റതിലൂടെ ചെക്കാണ് ലഭിച്ചത്, അത് അന്ന് തന്നെ ബാങ്കിൽ നൽകി, അതുകൊണ്ട് റെസിപ്റ്റ് സൈഡിലെ ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് കാണിക്കേണ്ടത്. 16-ാം തീയതി റെസിപ്റ്റ് സൈഡിൽ സെയിൽസ്, ബാങ്ക് കോളത്തിൽ എമൗണ്ട് കാണിക്കുക 4,500. ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ സെപ്റ്റംബർ 17th. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മാത്യു ഇൻ ക്യാഷ് പർച്ചേസസ് ആണ്.
അപ്പോൾ ക്യാഷാണ് അവിടെ ലഭിച്ചിരിക്കുന്നത് 17,400. അതുകൊണ്ട് എമൗണ്ട് ക്യാഷ് കോളത്തിലാണ് കാണിക്കേണ്ടത്. അവിടെ പർച്ചേസസ് ആണ്, പേയ്മെൻറ്റ് നൽകിയിരിക്കുന്നു. പേയ്മെൻറ്റ് സൈഡിൽ 17-ാം തീയതി പർച്ചേസസ്, ക്യാഷ് കോളത്തിൽ 17,400. സെപ്റ്റംബർ 20-ാം തീയതി സ്റ്റേഷനറി വാങ്ങിയതാണ്, ചെക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് കാണിക്കേണ്ടത്. സോ പേയ്മെൻറ്റ് സൈഡിൽ 20-ാം തീയതി സ്റ്റേഷനറി, ബാങ്ക് കോളത്തിൽ 1,100. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് സെപ്റ്റംബർ 24, ചെക്ക് ഗിവൺ ടു രോഹിത്. രോഹിത് ഇവിടെ ക്രെഡിറ്ററാണ്, ക്രെഡിറ്റർക്ക് ചെക്കാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് 1,500 കാണിക്കേണ്ടത്. പേയ്മെൻ്റ് ആണ്, അതുകൊണ്ട് പേയ്മെൻറ്റ് സൈഡിൽ 24-ാം തീയതി രോഹിത് അക്കൗണ്ട്, ബാങ്ക് കോളത്തിൽ 1,500. ദെൻ സെപ്റ്റംബർ 27-ാം തീയതി ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. അപ്പോൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഫീസ് ആവശ്യത്തിന് വേണ്ടി പണം പിൻവലിച്ചു എന്ന് മനസ്സിലാക്കുക. ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ₹10,000. തന്നെയുമല്ല ഇത് കോൺട്രാ എൻട്രി ആണ്. കാരണം ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയും ബാങ്കിലെ പണം കുറയുകയും ചെയ്യുന്നു, ബാങ്കിൽ ഡെപ്പോസിറ്റ് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ പണം ബിസിനസ്സിലേക്ക് വരുന്നതിനാൽ അതിനെ റെസിപ്റ്റ് സൈഡിലെ ക്യാഷ് കോളത്തിൽ കാണിക്കണം. അപ്പോൾ എഴുതുമ്പോൾ 27-ാം തീയതി ക്യാഷ് എന്ന് രേഖപ്പെടുത്തി കോൺട്രാ മാർക്ക് ചെയ്യുക LF കോളത്തിൽ. അതിനുശേഷം ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നതുകൊണ്ട് ക്യാഷ് കോളത്തിൽ 10,000 കാണിക്കുക. ഇതേ എൻട്രി 27-ാം തീയതി പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കേണ്ടതുണ്ട്. കാരണം ബാങ്കിൽ പണം കുറയുന്നു, അതുകൊണ്ട് പേയ്മെൻറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ എമൗണ്ട് കാണിക്കേണ്ടതുണ്ട്. കോൺട്രാ എൻട്രിയാണ്. 27-ാം തീയതി തന്നെ ക്യാഷ് LF കോളത്തിൽ C മാർക്ക് ചെയ്യുക, ബാങ്ക് കോളത്തിൽ 10,000 എമൗണ്ട് കാണിക്കുക. അപ്പോൾ കോൺട്രാ എൻട്രി ആയതുകൊണ്ട് അവ പിന്നീട് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് LF കോളത്തിൽ C എന്ന് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്യുന്നത്. അടുത്തതായിട്ട് സെപ്റ്റംബർ 30-ാം തീയതി റെൻറ്റ് കൊടുത്തതാണ്, അത് ചെക്കിലൂടെയാണ്. പേയ്മെൻ്റ് ആണ്, പേയ്മെൻറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിലാണ്, കാരണം ചെക്കിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 30-ാം തീയതി റെൻറ്റ് ബാങ്ക് കോളത്തിൽ 2,500. അടുത്തായിട്ട് സെപ്റ്റംബർ 30-ാം തീയതി സാലറി കൊടുത്താണ്, റൊക്കം പണമായിട്ടാണ് കൊടുത്തത്, 3,500 രൂപ. അതുകൊണ്ട് പേയ്മെൻറ്റ് സൈഡിലെ ക്യാഷ് കോളത്തിൽ കാണിക്കുക. 30-ാം തീയതി തന്നെയാണ് സാലറി, 3,500 ക്യാഷ് കോളത്തിൽ. അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷൻസാണ് റെക്കോർഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ക്യാഷ് കോളം ടോട്ടൽ ചെയ്യാം. നമുക്കറിയാം എപ്പോഴും ക്യാഷ് കോളത്തിൽ റെസിപ്റ്റ് സൈഡിലായിരിക്കും കൂടുതൽ എമൗണ്ട്, അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ക്യാഷ് കോളത്തിന് എപ്പോഴും. അതുകൊണ്ട് ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം. അതുപോലെ തുടർന്ന് ബാങ്ക് കോളത്തിൽ നോക്കുക. ബാങ്ക് കോളത്തിൽ ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ ആവാം. ഇവിടെ നമുക്കറിയാം ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട്, അതുകൊണ്ട് ബാങ്ക് കോളം ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തിരിക്കുന്നു 46,500. ക്യാഷ് കോളത്തിൻ്റെ ടോട്ടൽ 31,000-ഉം ബാങ്ക് കോളത്തിൻ്റെ ടോട്ടൽ 46,500. ഇതേ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുന്നു. ക്യാഷ് കോളത്തിൽ 31,000, ബാങ്ക് കോളത്തിൽ 46,500. ഇനിയും ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാഷ് കോളത്തിലെയും ബാങ്ക് കോളത്തിലെയും ടോട്ടൽ റഫായിട്ട് എടുക്കുക. പേയ്മെൻറ്റ് സൈഡിലെ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലെ ക്യാഷ് കോളം ടോട്ടൽ കണ്ടുപിടിച്ച് ബാങ്ക് കോളത്തിൽ നിന്ന് അത് മൈനസ് ചെയ്യുക. ഡെബിറ്റ് സൈഡിലെ ക്യാഷ് കോളത്തിൻ്റെ ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ 31,000 മൈനസ് ക്രെഡിറ്റ് സൈഡിലെ ക്യാഷ് കോളം ടോട്ടൽ 20,900 ആണ്. അത് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് എഴുതുക. 30-ാം തീയതി തന്നെ, സെപ്റ്റംബർ 30-ന് തന്നെ ബാലൻസ് ക്യാരി ഡൗൺ 10,100. അതുപോലെ തന്നെ ബാങ്ക് കോളത്തിൻ്റെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 32,600 ആണ്. 46,500-ൽ നിന്നും 32,600 മൈനസ് ചെയ്യുമ്പോൾ 13,900 ആണ് ബാങ്ക് ബാലൻസ്. അപ്പോൾ ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും ക്യാരി ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് അടുത്ത മാസം 1-ാം തീയതിയിലേക്ക് അത് ബ്രോ ഡൗൺ ചെയ്യുക. 2020 ഒക്ടോബർ 1-ാം തീയതി 2020 ഒക്ടോബർ 1-ാം തീയതി ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുക. ബാലൻസ് ബ്രോ ഡൗൺ ക്യാഷ് കോളത്തിൽ 10,100 ആൻഡ് ഓൾസോ ബാങ്ക് കോളത്തിൽ 13,900. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ കോൺട്രാ എൻട്രീസ് റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരേ സമയത്ത് റെസിപ്റ്റ് സൈഡിലും പേയ്മെൻറ്റ് സൈഡിലും ആ എൻട്രീസ് ഉൾപ്പെടുത്തേണ്ടതാണ്. ഒരു ഹോംവർക്ക് കൂടി പ്രാക്ടീസിന് വേണ്ടി നൽകുകയാണ്. Enter the following transactions in a double column cash book of Messrs. Mohit Traders for January 2020.
മോഹിത് ട്രേഡേഴ്സിൻ്റെ ജാനുവരി 2020 ഇടപാടുകളാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്നും ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് തയ്യാറാക്കേണ്ടത്. ഒന്നാമത് ക്യാഷ് ഇൻ ഹാൻഡ് 3500 ആണ് ആ ഡേറ്റിൽ. എന്നാൽ ബാങ്ക് കോളത്തിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് 2300. അപ്പോൾ അവിടെ ഒരേ സമയത്ത് ഓപ്പണിംഗ് ബാലൻസ് റെസീപ്റ്റ് സൈഡിലും പേയ്മെൻറ്റ് സൈഡിലും ഉൾപ്പെടുത്തേണ്ടതാണ്. അതായത് റെസീപ്റ്റ് സൈഡിൽ ക്യാഷ് ബാലൻസ് ക്യാഷ് കോളത്തിൽ 3500, അതേ സമയത്ത് പേയ്മെൻറ്റ് സൈഡിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 2300 കാണിക്കണം. ദെൻ മൂന്നാം തീയതി ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് 1200. ക്യാഷ് പർച്ചേസസ് ആണ് ക്യാഷ് കോളത്തിലാണ് കാണിക്കേണ്ടത്. പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിലാണ് എമൗണ്ട് കാണിക്കേണ്ടത്. അഞ്ചാം തീയതി പെയ്ഡ് വേജസ്, പേയ്മെൻ്റ് ആണ്, ക്യാഷ് ആയിട്ടാണ് പേയ്മെൻറ്റ്, ക്യാഷ് കോളത്തിലാണ് 200 കാണിക്കേണ്ടത്. 10-ാം തീയതി ക്യാഷ് സെയിൽസ് 8000. നമുക്കറിയാം അത് റെസിപ്റ്റ്, ക്യാഷ് റെസിപ്റ്റ് ആയതുകൊണ്ട് ക്യാഷ് കോളത്തിലാണ് 8000 കാണിക്കേണ്ടത്. 15-ാം തീയതി ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് 6000. ബാങ്കിൽ പണം നിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ അത് കോൺട്രാ എൻട്രി ആണ്. അപ്പോൾ ഒരേ സമയത്ത് റെസിപ്റ്റ് സൈഡിലെ ബാങ്ക് കോളത്തിലും പേയ്മെൻറ്റ് സൈഡിലെ ക്യാഷ് കോളത്തിലും ഉൾപ്പെടുത്തേണ്ടതാണ്. 22-ാം തീയതി സോൾഡ് ഗുഡ്സ് ഫോർ ചെക്ക് വിച്ച് വാസ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് സെയിം ഡേ. അപ്പോൾ അവിടെ സാധനങ്ങൾ വിറ്റ വകയിൽ ചെക്ക് ലഭിച്ചതാണ്, അന്ന് തന്നെ അത് ബാങ്കിൽ കൊടുത്തതുകൊണ്ട് ആ സെയിൽസിൻ്റെ എമൗണ്ട് ബാങ്ക് കോളത്തിലാണ് കാണിക്കേണ്ടത്. 25-ാം തീയതി ചെക്കിലൂടെ റെൻറ്റ് കൊടുത്തതാണ്, പേയ്മെൻ്റ് ആണ്, ചെക്കിലൂടെ കൊടുത്തതിനാൽ ബാങ്ക് കോളത്തിലാണ് 1200 കാണിക്കേണ്ടത്. 28-ാം തീയതി ഡ്രോ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്, സ്വകാര്യ ആവശ്യങ്ങൾക്ക് ബാങ്കിൽ നിന്ന് പണമെടുത്തതാണ്, ഡ്രോവിങ്സ് ആണ്. അവിടെ ബാങ്ക് കോളത്തിലാണ് പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കേണ്ടത്, കാരണം ബാങ്കിൽ നിന്നാണ് പണം പിൻവലിച്ചിരിക്കുന്നത് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് പേയ്മെൻറ്റ് സൈഡിൽ ഡ്രോവിങ്സ് കാണിക്കുക, ബാങ്ക് കോളത്തിൽ 1000 കാണിക്കുക. 31-ാം തീയതി ബോട്ട് ഗുഡ്സ് ബൈ ചെക്ക്, ചെക്ക് കൊടുത്തുകൊണ്ടാണ് സാധനങ്ങൾ വാങ്ങിയത്, അപ്പോൾ പർച്ചേസസ് ആണ്, അതിൻ്റെ എമൗണ്ട് കാണിക്കേണ്ടത് ബാങ്ക് കോളത്തിലാണ്. എല്ലാവരും ഹോംവർക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും, അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും വിടാം. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.